ക്യാഷ്ലെസ് റിജക്ഷൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആവുന്നു, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലും തമ്മിൽ ടൈപ്പ് ഇല്ല. അതിനാണ് ക്യാഷ്ലെസ് റിജക്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒട്ടും പേടിക്കാനില്ല. ക്യാഷ്ലെസ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എൻ ഓപ്ഷൻ കോൾഡ് റീഇംബേഴ്സ്മെന്റ്. വെച്ചാൽ നമ്മൾ അഡ്മിറ്റ് ആവുന്നു, നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യുന്നു. ആ ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഇംബേഴ്സ്മെന്റിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള ബില്ലുകളെല്ലാം, ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായ ബില്ലുകൾ, ട്രീറ്റ്മെന്റ് നടന്ന സമ്മറി, ഡിസ്ചാർജ് സമ്മറി, പെത്തോളജിക്കൽ റിപ്പോർട്ട്, എല്ലാവിധ റിപ്പോർട്ടും അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസ് ഡെസ്കിൽ പറയുക, ക്യാഷ്ലെസ് റിജക്റ്റ് ആയാൽ കുഴപ്പമില്ല, ഞങ്ങൾ റീഇംബേഴ്സ്മെന്റ് ചെയ്തോളാം. അപ്പോൾ അതിനുള്ള ഡോക്യുമെന്റ്സ് തരാൻ പറയണം. അപ്പോൾ അവർ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരും. അത് നിങ്ങളുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ അവരായിട്ട് സംസാരിച്ച് നമ്മൾ ക്ലെയിം സബ്മിറ്റ് ചെയ്യുക. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം എന്നാണ് അതിന് പറയുക. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അണ്ടർറൈറ്ററിന്റെ അപ്രൂവലോട് കൂടി ഒരു 21 to 30 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ചെലവാക്കിയ പൈസ റീഇംബേഴ്സായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും.